ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്. ഓക്കെ. സർജറി, കീമോതെറപ്പി, ഇമ്മ്യൂണോതെറപ്പി ഉൾക്കൊള്ളുന്ന സിസ്റ്റമിക് ട്രീറ്റ്മെന്റ്, പിന്നെ റേഡിയേഷൻ ട്രീറ്റ്മെന്റ്. ഈ റേഡിയേഷൻ ചികിത്സ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ വന്നിട്ട് 1 നൂറ്റാണ്ടിലേറെയായി. പക്ഷെ നമ്മളിപ്പോ എല്ലാ മേഖലകളിലും കാണുന്നത് പോലെ തന്നെ റേഡിയേഷൻ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് നമുക്ക് ട്യൂമർ ലൊക്കേറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കത്തില്ലായിരുന്നു. ഇപ്പോഴെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CT സ്കാൻ, MRI സ്കാൻ, പിന്നെ ഈ മെഷീൻ ട്രൂബീം STX 3.0 എന്ന് പറയുന്ന ഈ മെഷീൻ, ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ട്യൂമറിനെ വളരെ വ്യക്തമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ലോക്കലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്, നമുക്ക് ഈ ട്യൂമറിലേക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ട്യൂമർ എവിടെയാണ് എന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി ആ ഏരിയക്ക് കംപ്ലീറ്റ് റേഡിയേഷൻ കൊടുക്കും. അപ്പൊ ട്യൂമറിന് ചുറ്റുമുള്ള അവയവത്തിനും കോശങ്ങൾക്കും റേഡിയേഷൻ പോകും. അത് കാരണം പാർശ്വഫലങ്ങൾ വളരെ അധികമായിട്ട് ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ട്യൂമറിനെ മാത്രം ഫോക്കസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? പാർശ്വഫലങ്ങൾ വളരെ അധികമായിട്ട് കുറയ്ക്കാൻ പറ്റും.